ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ടെക്സ്റ്റ് മാറിയാലും ഇതിനകത്തെ കാര്യങ്ങളെല്ലാം പുതിയ ടെക്സ്റ്റിലും വരും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ കൊടുത്തേക്കുന്നൊന്ന് വായിച്ചു നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവകഥയിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പോൾ വായിച്ചു നോക്കാം എന്താ പറയുന്നതെന്ന്. വൈക്കം ബോട്ട് ജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കിത്തിരക്കി ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ആ ശബ്ദമുയർന്നു, കടലിരമ്പുന്നതു മാതിരി, മഹാത്മാഗാന്ധി കീ ജയ്. അർദ്ധനഗ്നനായ ഫക്കീർ പല്ലുപോയ മോണ കാട്ടി ചിരിച്ചു. തൊഴുകൈയോടെ കരയ്ക്കിറങ്ങി. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വല്ലാത്ത ആരവം. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം. ലോകവന്ദ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണുപോകുമെന്നെനിക്ക് തോന്നി. ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്നു. ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടയിൽ പിടിച്ചു. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിജിയെ തൊട്ട്. അപ്പോൾ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു അനുഭവം പറയുകയാണ്. ഗാന്ധിജി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ? അദ്ദേഹത്തെ തൊടാൻ ഇവിടെ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. സത്യാഗ്രഹ സമരത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ ഗാന്ധിജിയെ കുറിച്ച് കൂടുതലും അറിയാം. ഓക്കെ, അദ്ദേഹം ചെയ്ത കാര്യങ്ങളും മനസ്സിലാക്കാം. നോക്കിക്കേ, നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദ ദേശീയതയുടെയും അതുപോലെ തന്നെ തീവ്ര ദേശീയതയുടെയും കാലഘട്ടം ചർച്ച ചെയ്തായിരുന്നു. നമ്മൾ ഇനി എന്താ ഇവിടെ നോക്കാൻ പോകുന്നത്? ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ 3ാമത്തെ ഘട്ടം ആരംഭിച്ചു. എന്നോട്ടാണ് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നത്. എന്നോട്ടെന്ന് വരെയാണ്? 1919 to 1947. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നോക്കിക്കേ, ഗാന്ധിജിയുടെ ആഗമനം. നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്? ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കിക്കേ, ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. എന്നാണ് 1915 ജനുവരി 9. ജനുവരി 9 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് നോക്കാം. ജനുവരി 9 എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിനമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഈ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യത്തിന്റെ സ്മരണയ്ക്കായി ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായി സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി രൂപപ്പെടുത്തി. ആശയ പ്രചാരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം.
ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. നോക്കിയേ, സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. ആദ്യകാല സമരങ്ങൾ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. എക്സാമിന് ചോദിക്കുന്നതാണ്. 1917 നടന്ന സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. 15 അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചെത്തി. 17 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നു. എവിടെയാണ്? ബീഹാറിലെ ചമ്പാരനിലാണ്. എവിടെയാണ്? ബീഹാറിലെ ചമ്പാരനിൽ. നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. അപ്പോൾ 1917 ചമ്പാരനിൽ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ആർക്ക് വേണ്ടിയിട്ടാണ്? നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത്. അതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. ഓക്കെ, അടുത്ത സമരം ഏതാണ്? 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി സമരം നയിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത്. അപ്പോ ആദ്യത്തേതെന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അത് ചമ്പാരനിൽ നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അടുത്തതെന്ന് പറയുന്നത് 1918 അത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അത് എന്താണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു. ചിലപ്പോൾ ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1917 ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1918 ഏതാണ്? അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അപ്പോൾ 1918 തുണിമിൽ സമരം എന്ന് പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. ഓക്കെ, അതുപോലെ തന്നെ 1918 തന്നെയാണ് ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചത്. അന്ന് വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകര് ആവശ്യപ്പെട്ടു. എന്നാൽ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചു. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്? ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. ഓക്കെ, അപ്പോൾ 1918 ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായ അഹമ്മദാബാദിലെ തുണിമിൽ സമരവും അതുപോലെ തന്നെ 1918 എവിടെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ ഖേഡയിൽ നടന്ന ഏത്? പ്രകൃതി പ്രക്ഷോഭത്തില് വിളകൾ നശിച്ച കർഷകർക്ക് വേണ്ടിയിട്ട് നികുതി നിഷേധ സമരം നടത്തിയത്. ഓക്കെ, പൗരാവകാശത്തിന് വേണ്ടി നോക്കിക്കേ, ഇവിടെ കൊളാഷ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ജനക്കൂട്ടത്തെ യന്ത്രത്തോക്ക് കൊണ്ട് വെടിവെക്കുക, അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയിക്കുക, ജനങ്ങളെ ജോഡികളാക്കി കൈവിലങ്ങ് അണിയിച്ച പൊതുനിരത്തിൽ നിർത്തുക, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടി അടിക്കുക, സ്വത്തുകൾ പിടിച്ചെടുക്കുക, സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടികളെ മറ്റു കുട്ടികളെക്കാൾ വലിപ്പമുണ്ടെന്ന കാരണത്താൽ ചാട്ടവാറടിക്കുക, ഇന്ത്യക്കാരുടെ വീടുകളിലെ പങ്കകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക, ആളുകളെ കൈവിലങ്ങ് അണിയിച്ച് ഒന്നിച്ച് കയറിട്ട് കെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക. ഈ കൊളാഷിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ക്രൂരതകളാണല്ലേ. അത് കൊച്ചുകുട്ടിയൊന്നുമില്ല, പ്രായമായവരൊന്നും ഒന്നുമില്ല. അവര് ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്.
ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് കാട്ടിയ ജനവിരുദ്ധ നടപടികളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നോക്കിക്കേ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലത്ത് നിയമം. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് താഴെ പറയുന്ന അധികാരങ്ങൾ നൽകി. നോക്കിക്കേ, ഇത് എക്സാമിന് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പോൾ എക്സാമിന് ഇതുപോലെ തന്നെ ചോദിക്കും. പിന്നെ എന്താണ്, സ്റ്റേറ്റ്മെന്റ് മാറ്റിയും തരും. അപ്പോൾ ഇതതുപോലെ പഠിച്ചു വെക്കണം. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. എന്നാണ് 1919 ഏപ്രിൽ 6. അഭൂതപൂർവമായ പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. അപ്പോൾ ജാലിയൻ വാലാബാഗിന്റെ തുടക്കം അവിടെയാണ്. നോക്കിക്കേ, ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. അപ്പോൾ ജാലിയൻ വാലാബാഗ് എവിടെയാണ്? പഞ്ചാബിലാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. എങ്ങനെയാണ്? 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. അതിന് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മൈതാനമായിരുന്നു. നോക്കിക്കേ, നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. അപ്പോൾ ജാലിയൻ വാലാബാഗില് ഒത്തുകൂടിയ ജനങ്ങൾക്ക് കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരുടെ നേരെ പട്ടാളം എന്ത് ചെയ്തു? വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു. മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നോക്കിക്കേ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിഷേധിച്ച് ആരെന്തൊക്കെയാ ചെയ്തെന്ന് നോക്കിക്കേ. എക്സാമിന് ഇത് ചോദിക്കുകയോ ചേരുംപടി ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കണം. കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിച്ചു. ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ചിത്രകാരന്റെ ഭാവനയിൽ. ഓക്കെ, നോക്കിക്കേ, ഇതോർത്ത് വെക്കണേ. ധീരനായ ഉധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ബാലനായ ഉധം സിംഗ്. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നേരിട്ട് കണ്ട വ്യക്തിയാണ്. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിളോ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിളോ ഡയറാണ്. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. 1940 ജൂലൈ 31 ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, 1940 ജൂലൈ 31 ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ചിത്രം അത് ഇവിടെ കാണിച്ചേക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. ഇവർ അലി സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നു. അവരുടെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും.
റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. നിസ്സഹരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹരണ സമരം. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹരണ സമരം. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത്. നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത് ഏത് സമ്മേളനമാണ്? 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം. നിസ്സഹരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിയോട് ഇപ്രകാരം കത്തെഴുതി. എന്താണ് ഇത്? ഓർത്തു വെക്കണം. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. ഏതൊക്കെയാണ്? ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ക്രിയാത്മക പ്രവർത്തനങ്ങൾ നോക്കിക്കേ. ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, അയിത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. നോക്കിക്കേ, രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള സമരങ്ങൾ രൂപപ്പെട്ടപ്പോൾ കേരളത്തിൽ എന്താ സംഭവിച്ചത്? മലബാർ കലാപം. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. അപ്പോൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടത് എന്തൊക്കെയാണ്? കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. അത് ഓർത്തു വെക്കണം. 1921 മലബാർ കലാപം. അതുപോലെ തന്നെ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടത് എന്തൊക്കെയായിരുന്നു? കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്തിനെയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാരും പിന്തുണ നൽകി. അപ്പോൾ കർഷകര് ആകെ വലയുകയാണ് അല്ലേ? ആ സമയത്താണ് കേരളത്തിൽ നിസ്സഹരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. ആ പോയിന്റ് നോട്ട് ചെയ്യണം. കർഷകരിൽ അധികവും മാപ്പിളമാർ, അതായത് മുസ്ലിങ്ങളായിരുന്നു. ഓക്കെ. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാരോടും അതുപോലെ തന്നെ ജന്മിമാരോടും കർഷകർക്ക് എതിർപ്പാണ്. അതുപോലെ തന്നെ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ് ആണ്. ഓക്കെ. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന തെറ്റായ വാർത്തയും പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. എവിടെയാണ്? മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോക്ഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഈ പോയിന്റും ഓർത്തു വെക്കണം. ഓക്കെ. വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ, അതായത് ചരക്കു തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്.
മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയാണ്. ഏകദേശം എത്രയുണ്ട്? 90ഓളം പേരുണ്ട്. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. ചരക്ക് തീവണ്ടിയാണ്, അതില് വായു ഒന്നും കടക്കത്തില്ല. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തി പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവം വാഗൺ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. എന്നാണ് 1921 നവംബർ 10. ജന്മിത്തവും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. നോക്കിക്കേ, വാഗൺ കൂട്ടക്കൊല ചിത്രകാരന്റെ ഭാവനയിൽ കാണിച്ചേക്കുവാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്രൂരമായ രീതിയിലാണ് നേരിട്ടത്. ഓക്കെ, ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തിക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമം. 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഓക്കെ, അപ്പോ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലാണ് നടക്കുന്നത്. അപ്പോ നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനക്കൂട്ടം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. പോലീസ് സ്റ്റേഷൻ അവരെ കത്തിച്ചു. അതില് 72 പേര്, അതായത് 72 പോലീസുകാര് കൊല്ലപ്പെട്ടു. അപ്പോ ഗാന്ധിജിയുടെ സമരരീതി എന്ന് പറയുന്നത് എന്താണ്? അഹിംസയാണ്, അല്ലേ? അപ്പോ അഹിംസാ സമരതത്വങ്ങൾക്ക് വിരുദ്ധമായതിനാല് അദ്ദേഹം നിസ്സഹകരണ സമരം പൂർണ്ണമായും നിർത്തിവെക്കുകയാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരായുള്ള പോരാട്ടങ്ങളുടെ വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ആർക്കാണ്? അവർണജാതിക്കാർക്ക്, അതായത് താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവര് അല്ലെങ്കിൽ കരുതപ്പെടുന്നവർക്ക്. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്നാണ് 1924. വർഷം നോട്ട് ചെയ്യണം, എല്ലാത്തിന്റെ വർഷം പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ്. ഇതിന്റെ ഭാഗമായാണ് മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥ നടക്കുന്നത്. പൊതു ഇടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. നോക്കിക്കേ, സവർണ ജാഥയെക്കുറിച്ച്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതുലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. തൂക്കുകയറിനെ ഭയക്കാത്തവർ. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് മുതലായവർ. ഇവർ രൂപീകരിച്ച സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. എന്താണ്? യുവജനങ്ങളെ സമരസജ്ജരാക്കുക. നോക്കിക്കേ, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. അവർ ചിത്രമായി കാണിച്ചേക്കുന്നത്. ഒരു നുള്ളുപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഏതാണ്? 1929 ലാഹോർ സമ്മേളനം.
ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ 1929 ലാഹോർ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക. ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പു നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. നോക്കിക്കേ, ദണ്ഡി യാത്രയുടെ ഒരു ചിത്രമാണ് കാണിച്ചേക്കുന്നത്. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എത്ര ആളുകളുണ്ട്? 78. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഡേറ്റ് നോക്കി വെക്കണം. 1930 ഏപ്രിൽ 6 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി. നോക്കിക്കേ, ഉപ്പ് നിയമലംഘനമാണ് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. ദണ്ഡി യാത്രയിലെ മലയാളികളാണ് കൊടുത്തേക്കുന്നത്. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. ഓക്കെ. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. അപ്പോ അതിർത്തി ഗാന്ധി എന്ന് പറയുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഗഫർ ഖാനാണ്. അദ്ദേഹം നേതൃത്വം നൽകിയത് എവിടെയാണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്താണ്. സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു. ഇരുവരുടെയും ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അടുത്ത് നോക്കിക്കേ, കേരളത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു നിയമലംഘനം നടന്നത്. എക്സാമിന് ചോദിക്കുന്നതാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ, പി കൃഷ്ണപിള്ള എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഉപ്പു സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു. ഉപ്പു സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. നാഗന്മാരുടെ റാണി. ഇന്ത്യയുടെ വടക്കു കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിന്റെ ആവേശം ഉയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി ഗൈഡില്യൂ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിച്ചു. ഇത് എക്സാമിന് ചോദിക്കുവേ. ഗുരുവായൂർ സത്യാഗ്രഹം. ഗാന്ധിയനാശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി. അംബേദ്കറും പൂന സന്ധിയും. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകൂവെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു.
ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു. അധസ്ഥിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ട് അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു. ഇതാണ് പൂന സന്ധി എന്ന് അറിയപ്പെടുന്നത്. 1932 ഇത് നടന്നത്. വട്ടമേശ സമ്മേളനം നോക്കിക്കേ. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 1930, 31, 32 എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. വർഷം ഏതൊക്കെയാണ്? 1930, 31, 32. എവിടെയാണ്? ലണ്ടനിലാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തു. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. എന്നാണ് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയും നെഹ്റുവും. ഗാന്ധിജി തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു: സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഇത് എക്സാമിന് വരുന്നതാണേ. ഓക്കെ. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത്. നമ്മൾ കണ്ട ചിത്രം കസ്തൂർബ ഗാന്ധിയുടെയാണ്. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചു. ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലിയെയാണ്. ഓക്കെ. നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രകടനങ്ങൾ, ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപങ്ങളായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി, വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു. നോക്കിക്കേ, 1942 ആഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. കേരളത്തിൽ ആരംഭിച്ചത് എന്നാണ്? 1942 ആഗസ്റ്റ് 9. അതിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? MV നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ. ഇവരെ പോലീസ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ കോട്ട് പഠിച്ചു വെക്കണേ.
നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. INA രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ മോചനമായിരുന്നു INAയുടെ ലക്ഷ്യം. INAയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ മോചനം. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസ്സുകൾ തേടുന്നു. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ജയ് ഹിന്ദ്. ഓക്കെ, INAയും മലയാളികളും. INAയുടെ വനിതാ വിഭാഗ നേതാവായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. അതോർത്തു വെക്കണം. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ 26ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. നോക്കിക്കേ, ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത്. നമുക്കിനിയും തൂക്കിലേറ്റുന്നതിന് മുമ്പുള്ള രാത്രിയിൽ അദ്ദേഹം, അതായത് വക്കം അബ്ദുൽ ഖാദർ വീട്ടിലേക്ക് അയച്ച കത്ത് നോക്കാം. എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയും. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എന്റെ എളിയ മരണം. ഇന്ന് രാത്രി 12 മണി അടിക്കാൻ പോകുമ്പോൾ എന്റെ മരണദിനത്തിന്റെ ആരംഭ നിമിഷം കാണിക്കുന്ന അടയാള ശബ്ദം സൂചിപ്പിക്കുവാൻ പോകുന്നു. അതെ, റംളാൻ മാസത്തിലെ 7ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കും. വന്ദ്യനായ പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരു ആശ്വാസ വചനവും നിങ്ങളോട് പറയുവാനില്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. എന്നെപ്പറ്റി ദുഃഖിക്കരുത്. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല, അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. വാത്സല്യ മകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം വ്യക്തികളിൽ ഒരാളായ കേരളീയനായ വക്കം അബ്ദുൽ ഖാദറിന്റെ ധൈര്യവും ദേശാഭിമാനവും നമുക്ക് ആവേശം പകരുന്നതാണ്. സായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള INAയുടെ ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും. സർവ്വേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തു. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളനം ലാഹോറിൽ നടന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളനം ലാഹോറിൽ വെച്ച് നടന്നത്. എന്താ അവരുടെ ആവശ്യം? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് ആണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലെ പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൻ പ്രഭു കോൺഗ്രസിന്റെയും സർവേന്ത്യ മുസ്ലിം ലീഗിന്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം മൗണ്ട് ബാറ്റൻ പ്രഭു പ്രഖ്യാപിച്ചു. മൗണ്ട് ബാറ്റൻ പ്രഭു പ്രഖ്യാപിച്ചത് എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു. വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യം, അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരത്തിലൂടെ
വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു. സ്വാതന്ത്ര്യ പുലരിയിലേക്ക്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും. പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ആ നിമിഷം ഇതാ സമാഗമമാകുന്നു. ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ്. പഴമയിൽ നിന്ന് നമ്മൾ പുതുലോകത്തിലേക്ക് വരുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. 1947 ആഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ യാഥാർത്ഥ്യമായി. ഒരു ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. നോക്കിക്കേ, സമ്മറിയാണേ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂന്നാം ഘട്ടം എങ്ങനെ അറിയപ്പെട്ടത്? ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. എന്നൂരെയാണ് 1919 to 1947. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഗാന്ധിജിയുടെ നേതൃത്വം സുപ്രധാന പങ്കുവഹിച്ചു. സത്യം, അഹിംസ എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സുപ്രധാന ബഹുജന മുന്നേറ്റങ്ങളായിരുന്നു. അയിത്തോച്ചാടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടന്നത്. ഗാന്ധിയൻ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായ പല സമരരീതികളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. സായുധ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാമെന്ന ലക്ഷ്യത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളായി വിഭജിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.